ഹായ് ഫ്രണ്ട്സ്, FLSന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ മലയാളമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എന്താണ് FLS എന്നും മലയാളത്തിന്റെ ചോദ്യവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് മാത്തമാറ്റിക്സും ഇംഗ്ലീഷുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മാത്തമാറ്റിക്സിന്റെ ഓരോ ചോദ്യത്തിലേക്ക് പോകാം. മാത്തമാറ്റിക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ FLS പരീക്ഷയായതുകൊണ്ട് തന്നെ അതിന്റെ ലെവലിൽ ചില മാറ്റങ്ങളുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ 3-ാം ക്ലാസ്സിലെ കേരള സിലബസ് പ്രകാരം 3-ാം ക്ലാസ്സിലെ കുട്ടികൾ 2000 വരെയുള്ള സംഖ്യാബോധമാണ് അവർക്ക് വേണ്ടത്. എന്നാൽ FLS പോലത്തെ ഒരു പരീക്ഷ വരുമ്പോൾ 9999 വരെയുള്ള സംഖ്യാബോധം അവർക്ക് വേണം. അതുപോലെ തന്നെയാണ് ഭിന്നസംഖ്യ നമ്മൾ കാര്യമായിട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല. പക്ഷേ FLSന്റെ സിലബസ് പ്രകാരം ഭിന്നസംഖ്യ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചില മാറ്റങ്ങൾ ഇതിലുണ്ട്. നമ്മൾ മലയാളമൊക്കെ പരിചയപ്പെട്ടതുപോലെ തന്നെ അതിൻ്റെ ലോ ലെവൽ, ബേസിക് ലെവലിൽ നിന്ന് നമ്മളൊരു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ചോദ്യങ്ങളും ഉള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ പഠന നേട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട്. 9999 വരെയുള്ള സംഖ്യകൾ എണ്ണുന്നു, വായിക്കുന്നു, എഴുതുന്നു, താരതമ്യം ചെയ്യുന്നു. ഈ ഒരു പഠന നേട്ടത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് തരും. അതായത് 6 വരികളുള്ള ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 24 നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് വായിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ടീച്ചർ ആവശ്യപ്പെടും, വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഈ നമ്പറുകൾ നമ്മൾ ഒരു ഡിജിറ്റുള്ള നമ്പർ ഉണ്ട്, 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, 3 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ നമ്പറുകളും വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 മുതൽ 10 സെക്കൻഡിനുള്ളിൽ പറയാതിരിക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ വായിക്കാൻ വേണ്ടി നിങ്ങളോട് പറയും. അതുപോലെ തന്നെ 4 നമ്പറുകൾ തുടർച്ചയായിട്ട് വായിക്കുന്നില്ലെങ്കിലോ തെറ്റായി വായിക്കുകയാണെങ്കിലോ ഈ പ്രവർത്തനം നിർത്തുന്നതായിരിക്കും. ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നാമത്തെ വരി വായിച്ചു കൊടുക്കേണ്ടി വരും, പിന്നെ രണ്ടാമത്തെ വരി വായിക്കണം. അങ്ങനെ 6 വരിയും നിങ്ങൾ വായിച്ചു കൊടുക്കുക. അപ്പോൾ സംഖ്യകൾ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക, ഞാൻ വായിക്കുന്നില്ല. വായിക്കുന്ന സമയത്ത് ശരിയായി വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയിടാവുന്നതാണ്. എന്നാൽ ഒരു കുട്ടി ഒരു നമ്പർ തെറ്റായി വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 416 എന്ന നമ്പർ തെറ്റായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ക്രോസ് മാർക്കാണ് ഇടുക. അപ്പോൾ തെറ്റായി വായിച്ചു. ഇനി കുട്ടി തെറ്റിയിട്ട് അത് ശരിയാക്കി, തെറ്റ് ആദ്യം വായിക്കുകയും പിന്നീട് ശരിയാക്കി വായിക്കുകയും ചെയ്താൽ ഇങ്ങനെയാണ് ഇടേണ്ടത്. അതായത് ആദ്യം ഒരു വരയിട്ടിട്ട് ഇങ്ങനെയാണ് ഇടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒന്നും വായിക്കാൻ കഴിയാതെ അത് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അണ്ടർലൈൻ ചെയ്യുക. ഈ രീതിയിലാണിത് ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ വിലയിരുത്തൽ സൂചകം എന്ന് പറയുന്നത് 9999 വരെയുള്ള സംഖ്യകൾ വായിക്കുന്നു. എല്ലാ വരികളിൽ നിന്നും കുറഞ്ഞത് 12 സംഖ്യകൾ ശരിയായി വായിച്ചാൽ മതി. ആകെ തന്ന നമ്പറുകളിൽ നിന്ന് കുറഞ്ഞത് 12 എണ്ണമെങ്കിലും നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് 8 സംഖ്യകൾ കുറഞ്ഞത് നിങ്ങൾ വായിക്കുന്നുണ്ട് എങ്കിൽ ഈ വരികളിൽ നിന്ന് 3, 2, 1, 1, 2, 3 വരികളിൽ നിന്നായിട്ട് 8 സംഖ്യകളെങ്കിലും നിങ്ങൾ വായിച്ചു കൊടുത്താൽ 2 മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ 4 നമ്പറുകൾ 1, 2 വരികളിൽ നിന്നായിട്ട് 4 നമ്പറുകളെങ്കിലും വായിച്ചു കൊടുത്താൽ 1 മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഇതേ പഠന നേട്ടത്തിൽ തന്നെ വരുന്ന രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സംഖ്യാ ചാർട്ട് തന്നിട്ടുണ്ട്. ഈ സംഖ്യാ ചാർട്ടിൽ വലിയ സംഖ്യ ഏതാണ് എന്നതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ വരിയിൽ 1ഉം 6ഉം തന്നിട്ടുണ്ട്. ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വരിയിലുള്ള നമ്പറുകൾ ചോദിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത നമ്പർ 8ഉം 2ഉം ഉണ്ട്, അതിൽ 8 ആണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെ അടുത്ത രണ്ടാമത്തെ വരിയും നിങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, 5 മുതൽ 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അടുത്ത ജോഡി വായിക്കാൻ വേണ്ടി നിങ്ങളോട് ടീച്ചർ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ സമയം കീപ്പ് ചെയ്തിട്ടാണ് FLSന്റെ എല്ലാ ചോദ്യങ്ങളും വരുന്നത്. ആദ്യത്തെ 4 ജോഡി നമ്പറുകൾ ഉത്തരം പറയുന്നില്ലെങ്കിലോ തെറ്റായി വായിച്ചാലോ ആ പ്രവർത്തനവും ക്ലോസ് ചെയ്യുന്നതായിരിക്കും, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകും. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ വിലയിരുത്തൽ സൂചകമാണ് പറയാൻ പോകുന്നത്. 11 മുതൽ 14 സംഖ്യകൾ ശരിയായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ 3 മാർക്ക് ലഭിക്കും. 7 മുതൽ 10 വരെ, അതായത് ഈ വരികൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 7 മുതൽ 10 വരെ നമ്പറുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 2 മാർക്ക് ലഭിക്കും. 3 മുതൽ 6 വരെ സംഖ്യകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ വരികളിൽ നിന്ന് 1 മാർക്ക് ലഭിക്കും. ഈ രീതിയിലാണ് ഇതിൻ്റെയും വിലയിരുത്തലായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പഠന നേട്ടമാണ്. ആദ്യം നമ്മൾ സംഖ്യാ വായന നമ്മൾ കഴിഞ്ഞു, അതുപോലെ വലിയ സംഖ്യ ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഈ 2 പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ചതുഷ്ക്രിയകളിലേക്ക് കടക്കുകയാണ്.
അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചതുഷ്ക്രിയകളാണ്. ചതുഷ്ക്രിയകൾ എന്ന് പറയുമ്പോൾ 1000-ൽ താഴെയുള്ള നമ്പറുകൾ മതി. 999 കവിയാത്ത സംഖ്യകളിൽ നിന്ന് രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? 6-5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇത് പേപ്പറിൽ ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്തരം പറയാൻ 15 സെക്കൻഡിന് മുകളിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. പിന്നെ അതിനും അതുപോലെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം പോകും. അങ്ങനെ 8 വരെ 8 നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8 കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഇതിൻ്റെ ഉത്തരം ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 6 - 5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. പിന്നെ ഒരു കൂട്ടാൻ വേണ്ടിയുള്ള അഡീഷൻ ആണ്. 11 + 9 എത്രയാണ് നമ്പർ ആൻസർ വരിക? 20 ആണ് ആൻസർ വരിക. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ കുറച്ച് അഞ്ചാമത്തേതും ആറാമത്തേതൊക്കെ കുറച്ച് പ്രയാസമുള്ള പ്രവർത്തനമാണ്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക, വിലയിരുത്തൽ സൂചകം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വിലയിരുത്തൽ സൂചകത്തിൽ കാണാം 7 മുതൽ 8 വരെ ആകെ എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്? ആകെ 8 പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ 7 8 7 ചുരുങ്ങിയത് ശരിയാക്കിയാലേ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ചതുഷ്ക്രിയകൾ ചെയ്യുന്നതിൽ മിടുക്കരാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു 4 ചോദ്യത്തിനെ ഉത്തരം കഴിഞ്ഞിട്ടുള്ളൂ. 4 മുതൽ 6 വരെ ചോദ്യങ്ങൾ ശരിയായി നിങ്ങൾ ചെയ്തു കൊടുത്താൽ, ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒന്നെങ്കിലും ചെയ്താലേ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നിങ്ങൾക്ക് 2 സംഖ്യകൾ തന്നിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. പ്രായോഗിക പ്രശ്നങ്ങളാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അമിതയുടെ വീട്ടിൽ 6 കോഴികളുണ്ട്. അലൻ 3 കോഴിയെ കൊണ്ടുപോയി. അമിതയുടെ വീട്ടിൽ ബാക്കി എത്ര കോഴികൾ ഉണ്ട്? 2 പ്രാവശ്യം ഈ ചോദ്യം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കും. ഓക്കെ, അമിതയുടെ വീട്ടിൽ 6 കോഴികളുണ്ട്. 6 കോഴികൾ. 3 കോഴി അലൻ കൊണ്ടുപോയി. ഇനി ബാക്കി എത്ര? എന്താ ഇവിടെ ചെയ്യേണ്ടത്? 6-ൽ നിന്ന് 3 മൈനസ് ചെയ്യണം അല്ലേ? ആദ്യം 6 കോഴി ഉണ്ടായിരുന്നു, 3 കൊണ്ടുപോയി, ബാക്കി ഉത്തരം 3 ആണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുട്ടയിൽ വിൽപ്പനക്ക് വെച്ച 110 മാമ്പഴമുണ്ട്. 20 മാമ്പഴം വിറ്റുപോയി. ബാക്കി മാമ്പഴം എത്ര ഉണ്ട്? കുട്ടയിൽ എത്ര ബാക്കിയുണ്ട്? ആകെ 110 മാമ്പഴമാണുള്ളത്. ചോദ്യം 2 പ്രാവശ്യം വായിക്കും കേട്ടോ. 110 മാമ്പഴം ഉണ്ടായിരുന്നു, 20 മാമ്പഴം വിറ്റുപോയി, ബാക്കി എത്ര? അപ്പൊ 110-ൽ നിന്ന് 20 മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആൻസർ എത്രയാണ് ലഭിക്കുക? 90 എന്ന് ലഭിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ 2 ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി. ഇനി മാഷ് ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഉത്തരം കണ്ടെത്തണം. എന്നിട്ട് എൻ്റെ ഉത്തരം നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഞാൻ 2 പ്രാവശ്യം വായിക്കും. ഒരു മരക്കൊമ്പിൽ 28 കുരുവികൾ ഇരിക്കുന്നുണ്ട്. അവയിൽ നിന്ന് 19 കുരുവികൾ പറന്നുപോയി. എങ്കിൽ മരക്കൊമ്പിൽ ബാക്കി എത്ര കുരുവികളുണ്ട്? മനസ്സിലായല്ലോ? ഒരു മരക്കൊമ്പിൽ 28 കുരുവികളുണ്ട്. അവയിൽ നിന്ന് 19 കുരുവികൾ പാറിപ്പോയി. എന്താ ചെയ്യേണ്ടത്? 28-ൽ നിന്നും നമ്മൾ 19 മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുക? ആൻസർ 9 ആണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത ചോദ്യമാണ്. ഞാൻ വീഡിയോയിലായതുകൊണ്ട് 1 പ്രാവശ്യം വായിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ടീച്ചർ 2 പ്രാവശ്യം വായിച്ചു തരും. ഞാൻ 1 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 34 കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. 14 കുട്ടികൾ കൂടി കളിക്കാൻ ചേർന്നു. ആകെ എത്ര കുട്ടികൾ ഉണ്ട്? ചോദ്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉത്തരം എഴുതേണ്ടതാണ്. ചോദ്യം ഒന്നും കൂടെ വായിക്കാം. 34 കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. 14 കുട്ടികൾ കൂടി കളിക്കാൻ ചേർന്നു. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട്? അപ്പം ഇത് തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. 34-ഉം 14-ഉം കൂട്ടിയാൽ എത്രയാണ് ആൻസർ കിട്ടുക? സമം 48 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് ലഭിക്കുക. ഓക്കെ, ഇനി 5-ാമത്തെ ചോദ്യം. രഹനയുടെ കയ്യിൽ 99 രൂപയുണ്ട്. അമ്മ 11 രൂപ കൂടി കൊടുത്തു. ഇപ്പോൾ രഹനയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പൊ 99 രൂപ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അമ്മ 11 രൂപയും കൂടെ കൊടുത്തു. അപ്പൊ ആകെ എത്ര? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് ആൻസർ. അടുത്ത ചോദ്യം. ഒരു ഗ്രൗണ്ടിൽ 69 നീല കസേരകളും 58 ചുവന്ന കസേരകളും ഉണ്ട്. എന്നാൽ ഗ്രൗണ്ടിൽ ആകെ എത്ര കസേരകളുണ്ട്? ഇതൊക്കെ ചോദ്യം കേട്ടതിന് ശേഷം
ഇത് കൂട്ടുകയാണോ കുറക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവാതെ ആ ക്രിയ ചെയ്തുകൊണ്ട് ഉത്തരം കണ്ടെത്താനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ കേട്ടാൽ ഇത് കൂട്ടലാണോ കുറയ്ക്കലാണോ ഗുണിക്കലാണോ ഹരിക്കലാണോ എന്ന് സംശയം ഉണ്ടാവും. അത് പാടില്ല. മറിച്ച് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്രിയകൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ ക്രിയ ചെയ്ത് ഉത്തരം കണ്ടെത്താം. നിങ്ങൾക്ക് പേപ്പറിലും ചെയ്യാം, അതുപോലെ തന്നെ മൈൻഡ് കാൽക്കുലേഷൻ ആയിട്ടും ചെയ്യാം. ഇനി ഇതും 15 സെക്കൻഡിൽ കൂടുതൽ ഒരു പ്രശ്നത്തിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ള സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡ് മാത്രമാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അവർക്ക് ചോദ്യം ടീച്ചർ വായിച്ചു കൊടുക്കുക ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷിലുമാണ് FLS പരീക്ഷ നടക്കുക. അപ്പോൾ അതും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിലുള്ള ചോദ്യം കേട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. ഇനി ഇതിൻ്റെ വിലയിരുത്തൽ സൂചകം. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്ക് ലഭിക്കും. എന്നാൽ നിങ്ങളൊരു 3 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്ക്, ഒരു ചോദ്യത്തിനെങ്കിലും ശരിയായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പഠന നേട്ടം 2ൽ നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ പഠന നേട്ടം. ഇപ്പോൾ കൂട്ടലും കുറയ്ക്കലും നമ്മൾ പഠിച്ചു, അതിൻ്റെ ക്രിയകളും പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളും പരിചയപ്പെട്ടു. ഇനി ഗുണനവും ഹരണവുമാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് 2 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണന വസ്തുതകളും അതുപോലെ തന്നെ ഹരണ വസ്തുതകളും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 ഗ്രിഡ് തന്നത്, ഒന്ന് മലയാള മീഡിയത്തിൻ്റെ ഗ്രിഡാണ് ഇത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇതിൽ തരും. ഞാൻ ജസ്റ്റ് രണ്ടും ഒരുമിച്ച് വെച്ചു എന്ന് മാത്രം. രണ്ടും ഒരുപോലെ ചെയ്യാനുള്ളതാണ്. നമ്മൾ മലയാള മീഡിയത്തിൻ്റെ ഈ ഗ്രിഡാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലും സമയം നോക്കണം. 5 സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കരുത് ഏത് പ്രവർത്തനം ചെയ്യാനും. അധിക പ്രവർത്തനങ്ങൾക്കും 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇങ്ങനെയൊക്കെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നിങ്ങൾ ഈ മൂന്നാമത്തെ കള്ളിയാണ് പൂർത്തിയാക്കേണ്ടത്. ഇത് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് ഞാൻ പറയാം. ഇത് ടേബിൾ 1 ആണ്. ഈ 1 കൊണ്ട് 5നെ ഗുണിക്കാം. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 5 എന്ന് ലഭിക്കും. അതുപോലെ തന്നെ 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ടേബിൾ ഒന്ന് പരിശോധിക്കുക. 2 കൊണ്ട് 4നെ ഗുണിച്ചു കഴിഞ്ഞാൽ നേരെ താഴെ കാണാം ഉത്തരം 8 എന്ന് കിട്ടും. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 എന്ന് ഉത്തരം കിട്ടും. കണ്ടല്ലോ, ഇത് ഇങ്ങനെ പല രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഈ കോളം ഈ എക്സ് എന്ന് പറയുന്ന കോളത്തിലെ ഓരോ നമ്പർ കൊണ്ടും ഗുണിച്ചുകൊണ്ട് എക്സ് എന്ന കോളത്തിലെ ഓരോ നമ്പറുകളെ കൊണ്ടും ഗുണിച്ചിട്ട് ആൻസർ ഈ ഭാഗത്ത് എഴുതണം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 3ൻ്റെ ഈ ഭാഗത്തുള്ള കള്ളിയാണ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ 3 എന്ന നമ്പറിനെ 3നെ നമ്മൾ ആദ്യം ഇവിടെയുള്ള നമ്പറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള കോളം ഇവിടെ 4 ആണ് അല്ലേ. ഈ 4 കൊണ്ട് 3 ഗുണിക്കണം 4 എത്രയാണ്? 12 ആണ് കേട്ടോ. 3 ഗുണിക്കണം 4 12 ആണ്. ഇനി ഇതാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പം 3 ഗുണിക്കണം ഇതിൻ്റെ നേരെ ഉള്ളത് ഇപ്പുറത്തും 3 തന്നെയാണ്. അപ്പോൾ 3 ഗുണിക്കണം 3 എത്രയാണ്? 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും കിട്ടി. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 18ന് താഴെയുള്ള കള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് 2 ആണ്. അപ്പോൾ 3 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി 3 ഗുണിക്കണം 8 എത്രയാണ്? 24. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസറുകൾ കണ്ടെത്തുക. അപ്പോൾ ഇതുപോലെയുള്ള കണക്കുകൾ നിങ്ങൾ ചെയ്യുക. ഇനി ഇപ്പുറത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കണക്കും നമുക്ക് നോക്കാം. 3 ഗുണിക്കണം 5 എത്രയാണ്? 15. 3 ഗുണിക്കണം 6 എത്രയാണ്? 18. 3 ഗുണിക്കണം 7 എന്ന് പറയുന്നത് 21. 3 ഗുണിക്കണം 8 എന്ന് പറയുന്നത് 24. ഇങ്ങനെയാണ് ഈ ടേബിൾ പൂർത്തീകരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ വിലയിരുത്തൽ സൂചകം നോക്കാം. എല്ലാ ഗുണന വസ്തുതകളും ശരിയാക്കുകയാണെങ്കിൽ 3 മാർക്ക് കിട്ടും. നിങ്ങൾ 2 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ 2 മാർക്ക് കിട്ടും. 1 എങ്കിലും ശരിയാക്കിയാൽ 1 മാർക്കും ലഭിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഹരണ വസ്തുതകളാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്ട്രോയുടെ കുറച്ച് കെട്ട് തരും. ഒരു കെട്ട് സ്ട്രോ നിങ്ങൾക്ക് തരും. എന്നിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. അത് ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? 30 എണ്ണമുള്ള സ്ട്രോയുടെ കെട്ട്, അതാണ് ആദ്യം നിങ്ങൾക്ക് തരിക. എന്നിട്ട് അത് 6 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റണം. അപ്പോൾ ഒരു കെട്ടിൽ എത്ര സ്ട്രോ ഉണ്ടാകും? നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് മനസ്സിൽ കണക്ക് കൂട്ടി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള സ്ട്രോ ഉപയോഗിച്ച്
അതിനെ കൃത്യമായി കെട്ടുകളാക്കിയിട്ടും ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കണം, 15 സെക്കൻഡ് മാത്രമേ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സമയമുണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 40 എണ്ണമുള്ള സ്ട്രോയുടെ കെട്ട് 10 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റണം. ആകെ 40 എണ്ണം ഉണ്ടായിരുന്നു, 10 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റണം. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ, ഇത്ര എണ്ണം വസ്തുക്കൾ, ഒന്നുകിൽ മുത്തുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കല്ലുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ എണ്ണം എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന കൂട്ടങ്ങളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ഉത്തരങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, 35 എണ്ണമുള്ള സ്ട്രോയുടെ കെട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ 7 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റണം. അപ്പോൾ ഒരു കെട്ടിൽ എത്ര എണ്ണം ഉണ്ടാകും? അപ്പോൾ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ആ വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്തു നോക്കുകയും ചെയ്യാം. നാലാമത്തെ ചോദ്യം ഇതുപോലെ തന്നെയാണ്. 24 എണ്ണമുള്ള സ്ട്രോയുടെ കെട്ട് 3 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റണം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഒരു കെട്ടിൽ എത്ര എണ്ണം ഉണ്ടാകും? അപ്പോൾ നിങ്ങൾക്ക് തരുന്ന കെട്ട് കറക്റ്റ് എണ്ണം ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിലധികം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പറയുന്ന എണ്ണപ്രകാരം ആദ്യം എടുക്കുകയും അതിനെ ഡിവൈഡ് ചെയ്ത് നിശ്ചിത കൂട്ടങ്ങളാക്കി മാറ്റുകയും വേണം. എന്നിട്ട് ഉത്തരം കണ്ടെത്തണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഉത്തരം പറയാം. 15 സെക്കൻഡ് അതാണ് സമയം, നിങ്ങൾക്കുള്ള അനുവദിക്കപ്പെട്ട സമയം. ഇതിൻ്റെ വിലയിരുത്തൽ സൂചകം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വസ്തുതകളും ശരിയാക്കുകയാണെങ്കിൽ 3 മാർക്ക് ലഭിക്കും. 2 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ 2 മാർക്ക് കിട്ടും. 1 ശരിയാക്കിയാൽ 1 മാർക്ക്. ഈ രീതിയിലാണ് ഹരണത്തിൻ്റെ കാര്യങ്ങളും വരുന്നത്. അടുത്തത് അളവ്. അളവ് എന്ന് പറയുമ്പോൾ അളവ് മാത്രമല്ല, അളവിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കലണ്ടർ വരുന്നുണ്ട്, സമയം വരുന്നുണ്ട്, ഈ ക്ലോക്കിലെ സമയമൊക്കെ ഉപയോഗിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പറയുന്നത്. 3 ക്ലോക്ക് നിങ്ങൾക്ക് നൽകും. ഇതിലെ സമയം നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഹവർ ഹാൻഡ്, മണിക്കൂർ സൂചി എവിടെയാണെന്ന് നോക്കുക. അത് 3-ലാണ് തുടങ്ങുന്നത്, 3. പിന്നെ മിനിറ്റ് സൂചി എവിടെയാണ്? 12-ലായതുകൊണ്ട് 3 മണി തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ ക്ലോക്ക് നോക്കൂ, 1-ന്റെയും 2-ന്റെയും ഇടയിലാണ് മണിക്കൂർ സൂചി. അതുകൊണ്ട് 1 എത്രയാണ്? മിനിറ്റ് സൂചിയും കൂടെ നോക്കണം. മിനിറ്റ് സൂചി 6-ലായതുകൊണ്ട് 30, 1:30 സമയം. പിന്നെ 11-ന്റെയും 12-ന്റെയും ഇടയിലാണ് മൂന്നാമത്തെ ക്ലോക്കിലെ സമയത്തിന്റെ മണിക്കൂർ സൂചി കിടക്കുന്നത്. അപ്പോൾ 11 കൊണ്ട് തുടങ്ങണം. പിന്നെ എവിടെയാണ് മിനിറ്റ് സൂചി ഉള്ളത്? മിനിറ്റ് ഹാൻഡ് ഉള്ളത് 3-ലാണ്. 3 എന്ന് പറയുമ്പോൾ ഇവിടെ 5 വരും, 10, 15. അപ്പം 11:15 ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. സമയം എങ്ങനെയാണ് നോക്കുന്നത്, കാണുന്നത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം അത് നമ്മൾ ചോദ്യം പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. സമയം നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ 3 ക്ലോക്കിലെയും സമയം നിങ്ങൾ ശരിയായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. 2 ക്ലോക്കിലെ സമയം ശരിയാക്കിയാൽ 2 മാർക്ക്, അല്ലെങ്കിൽ 1 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെയാണ് സ്കെയിൽ ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ അളവ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലുള്ള അളവുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. അപ്പോൾ 0 മുതലാണ് ഇവിടെ തുടങ്ങേണ്ടത്. 0 മുതൽ തുടങ്ങിയിട്ട് ഇവിടെ 10 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിലിൻ്റെ നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇവിടെയാണ് പലർക്കും പ്രയാസം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പെൻസിലിൻ്റെ അളവ് കണക്കാക്കുമ്പോൾ ഇതിൻ്റെ ഒരു വശം മുതൽ അടുത്ത വശം വരെ നോക്കണം. ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുക. ഇപ്പം എത്രയാണ്? 3.5 അല്ലേ? 3.5 സെൻറ്റിമീറ്റർ മുതലാണ് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ വരച്ച് നോക്കുക. ഇവിടുന്ന് 1, 2, 3, 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 1/2 മുതലാണ് തുടങ്ങുന്നത്. ഒന്നെങ്കിൽ തൊട്ടടുത്ത സംഖ്യയിലേക്ക് എത്തിയിട്ട് പിന്നെ ബാക്കി നോക്കിയാൽ മതി, അല്ലെങ്കിൽ 1/2 മുതൽ അടുത്ത 1/2 വരെ അങ്ങനെ നോക്കി 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്കെയില് സിമ്പിളാണ്, 11 സെൻറ്റിമീറ്റർ ആണ് അത് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ അളവുകൾ കണ്ടെത്തിയാൽ 3ഉം ശരിയായാൽ 3 മാർക്ക് കിട്ടും. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഉത്തരം നിങ്ങൾക്ക് ശരിയായാൽ 2 മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് വസ്തുവിൻ്റെ നീളം കണക്ക് കൂട്ടാൻ കഴിയുന്നില്ല, നിങ്ങൾ കണക്ക് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. എന്നാൽ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിലാണ് നിങ്ങൾക്ക് 0 മാർക്ക് ലഭിക്കുക. ഓക്കെ, ഇതിൻ്റെ വിലയിരുത്തലിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തത് ഭിന്നസംഖ്യ. 3-ാം ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് പഠിക്കാത്തതാണ്, എങ്കിലും FLS പരീക്ഷയ്ക്ക് ഈ ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട ഭാഗം ഉണ്ടാകും. അപ്പോൾ ഇതിൽ 1/4 ആണ് ഇവിടെ പറയുന്നത്. 1/4 എന്താണ്? 1/4 എന്ന് പറയുന്നത് 4-ൽ 1 ഭാഗം. 1/4 എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സാധനത്തെ 4 ഭാഗമാക്കിയതിൽ 1 ഭാഗം. ഇപ്പോൾ ഈ ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇതൊരു കേക്കാണെന്ന് വിചാരിക്കുക.
ഈ കേക്കിനെ 4 കഷ്ണമാക്കി. അതിൽ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് 1/4 ആണ്. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്യാണ് വേണ്ടത് പെൻസിൽ കൊണ്ട്. അപ്പോൾ 1/4 ഷെയ്ഡ് ചെയ്യാൻ നമ്മൾ ഇതിലെ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 1/2 ആണ്, അഥവാ 2ൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഭാഗം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ ചിത്രത്തിൽ കുറച്ച് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 3/4 ആണ് ഇവിടെ പറയുന്നത്. 3/4 അഥവാ 4 പൂക്കളിൽ 3 നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാർക്ക് ചെയ്യണം. 1, 2, 3. 4ൽ 3 നിങ്ങൾ ടിക്ക് ചെയ്താൽ 3/4 ആയി മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇത് നിങ്ങൾ ഷെയ്ഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നത്. ഇതിൻ്റെ ഭിന്നസംഖ്യ എഴുതുകയാണ് വേണ്ടത്. ഫ്രാക്ഷൻസ് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര കള്ളികളാണുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1, 2, 3, 4, 5. 5 കള്ളികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഇതിൽ എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തത്? ഇതിൻ്റെ ഷെയ്ഡ് ചെയ്തത് ഭാഗം ഇത്രയുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് എഴുതുകയാണ്. ആകെ 5 എണ്ണമാണുള്ളത്. ഓക്കെ, അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. 2/5 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ അടുത്ത 5ാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6. 6 കള്ളികളാണുള്ളത്. ഇതിൽ ഷെയ്ഡ് ചെയ്തത് 1, 2, 3 3 അല്ലേ? അപ്പോൾ ആകെ 6 എണ്ണമാണുള്ളത്. അതിൽ 3 ഷെയ്ഡ് ചെയ്തു. 3/6 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ആദ്യം എഴുതാം. നമുക്ക് കൂട്ടാൻ എളുപ്പമായിരിക്കും. 1, 2, 3 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ഭാഗം നമ്മൾ രേഖപ്പെടുത്തി. ഇനി ബാക്കി 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ നമ്മൾ 8ൽ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയിരുത്തൽ സൂചകമായിട്ട് വരുന്നത് 5 അല്ലെങ്കിൽ 6 ശരിയായാൽ 3 മാർക്ക് കിട്ടും. 3, 4 ശരിയായാൽ 2 മാർക്ക്. 1 അല്ലെങ്കിൽ 2 ഒന്നെങ്കിലും ശരിയായാൽ നിങ്ങൾക്ക് 1 മാർക്കും ലഭിക്കുന്നതാണ്. അടുത്തത് പാറ്റേണുകളാണ്. പാറ്റേണുകൾ പൂർത്തിയാക്കാനാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം ഒരു വട്ടം വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാർ ആണ്, വീണ്ടും ഒരു വട്ടം, അടുത്തത് സ്റ്റാർ. അടുത്തത് എന്തായിരിക്കും? ഈ ഒരു ക്രമപ്രകാരം വരുമ്പോൾ അടുത്തത് സർക്കിളായിട്ട് തന്നെയാണ് വരിക. ഇനി അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. 2, 3. 4ാമത്തെയും കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒരു ആരോ മാർക്കാണ്. ആരോ മാർക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, പിന്നെ മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇടത്തെ സൈഡിലേക്ക് പോകുന്നു, പിന്നെ താഴോട്ടും പോകുന്നു. അപ്പോൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് പരിഗണിക്കാം, ഇത് അടുത്ത സെറ്റായിട്ട് പരിഗണിക്കാം. വീണ്ടും ഈ സെറ്റ് തന്നെ ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് ആരോ മാർക്ക് മാത്രമല്ല, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ തരുമ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്പർ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 19, പിന്നെ 21, 23. അപ്പോൾ 19ൽ നിന്ന് 21ലേക്ക് എത്താൻ എത്രയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്? 21ൽ നിന്നും 19 മൈനസ് ചെയ്താൽ അതിന് ആൻസർ കിട്ടും. എത്രയാണ്? 2 ആണ് ആൻസർ. അപ്പോൾ 2 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും 21നോട് കൂടെ 2 ആഡ് ചെയ്യുന്നു, പിന്നെ 23നോട് കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 25 ലഭിക്കും. ഇങ്ങനെ ഡിഫറൻസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്രിയ ചെയ്യേണ്ടത്. ഇപ്പോൾ 6ാമത്തത് എന്ന് പറയുന്നത് 300 ആദ്യം കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി ഇത് രണ്ടും ഉപയോഗിച്ച് ഡിഫറൻസ് കാണുന്നു. അപ്പോൾ എത്രയാണ്? 500ഉം 600ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 400 എന്ന് വരും. ബാക്കി 2 നമ്പറുകളും നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഇവിടെ 4 പിക്ചർ പാറ്റേണുകളാണ് തന്നത്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടാണ് നമ്പർ പാറ്റേണുകൾ തന്നത്. അങ്ങനെ ആദ്യ 8 ചോദ്യങ്ങളാണ് ഇവിടെ തന്നത്. പിക്ചർ പാറ്റേണും നമ്പർ പാറ്റേണും. അതും രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 7 8 അതിൽ ഏതെങ്കിലും 7 8 ശരിയാക്കിയാൽ 3 മാർക്ക് കിട്ടും. 4 ചുരുങ്ങിയത് ശരിയാക്കിയാൽ 2 കിട്ടും. 1 ശരിയാക്കിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വിലയിരുത്തൽ സൂചകമായിട്ട് വരുന്നത്. അടുത്ത പഠന നേട്ടം ദത്തങ്ങൾ കൈകാര്യം ചെയ്യലാണ്. അഥവാ ചാർട്ട്, ഗ്രാഫ് ഇതുപോലുള്ള പിക്ചറുകളൊക്കെ തന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ മലയാള മീഡിയക്കാർക്ക് ഇതിൻ്റെ മലയാളത്തിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ലൈക്ക് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ഇതാണ്,
ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുട്ടികളുടെ എണ്ണം നേരെ ചിത്രം വരച്ചിട്ടുണ്ട്. 1, 2, 3, 4 കുട്ടികളാണ് ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുട്ടികൾ. അപ്പോൾ 4 എന്ന് എഴുതണം. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക്, കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്? കൂടുതൽ കുട്ടികൾ എവിടെയാണ് വരച്ചിരിക്കുന്നത്? 1, 2, 3, 4, 5, 6 കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലെ, ടോഫിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ടോഫിയാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ലൈക്ക് കേക്ക് ഈസ്. കേക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. അടുത്തത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യം. ദ നമ്പർ ഓഫ് ഗേൾസ് ഹൂ ലൈക്ക് ചോക്ലേറ്റ്. ഗേൾസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഗേൾസ് ഹൂ ലൈക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഗേൾസിന്റെ എണ്ണം. ചോക്ലേറ്റ് ഇതാണ്, ഇതിൽ എത്ര ഗേൾസ് ഉണ്ട്? 1, 2, 2 ഗേൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 എന്നാണ് ആൻസർ. അല്ലാതെ ആ കുട്ടികളെ ചോക്ലേറ്റിലുള്ള എണ്ണത്തിലുള്ള മൊത്തം കുട്ടികളെ എഴുതി വെക്കരുത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം അതുപോലെ തന്നെ. നമ്പർ ഓഫ് ബോയ്സ് ഹൂ ലൈക്ക് കേക്ക്. കേക്ക് ഇഷ്ടമുള്ള ആൺകുട്ടികളുടെ എണ്ണം. കേക്ക് ഇതാണ്, ഇതിൽ ബോയ്സ് എന്ന് പറയുന്നത് 1, 2, 2 ആൾക്കാരാണുള്ളത് അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുന്നു. ഇതുപോലെയാണ് ഈ വിശകലനം നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ചോദ്യവും നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിന്റെ വിലയിരുത്തൽ സൂചകം എന്ന് പറയുന്നത് 5 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ 3 മാർക്ക് കിട്ടും, 3 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ 2 മാർക്ക് കിട്ടും, ഒന്നെങ്കിലും ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ വിലയിരുത്തൽ സൂചകം വരുന്നത്. നമ്മൾ ഗണിതത്തിൽ ഇത്രയും നേരം പരിചയപ്പെട്ടത് നമ്പർ 1 ബേസിക് 1 ഡിജിറ്റ് മുതൽ നമ്മൾ 3 ഡിജിറ്റ് വരെയുള്ള നമ്പറുകളുടെ കാൽക്കുലേഷൻ അഥവാ ചതുഷ്ക്രിയകൾ, കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും നമ്മൾ പഠിച്ചു കഴിയണം. അതുപോലെ തന്നെ 9999 വരെയുള്ള നമ്പറുകൾ നമുക്ക് വായിക്കാനും അറിയണം. അതുവരെയുള്ള നമ്പറുകൾ നമ്മൾ FLS പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അളവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഭിന്നസംഖ്യ നമ്മൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അതിൽ തന്നെ ഗുണനവും ഹരണവും വരുന്നുണ്ട്. ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾ പ്രായോഗിക പ്രശ്നങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താനുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഗണിതവും മലയാളത്തെ പോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം ഗണിതം ഒത്തിരി പേർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബേസിക് ലെവൽ മുതൽ തന്നെ നിങ്ങളത് പഠിച്ച് എല്ലാം ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ്. അടുത്തതായിട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, ഭാഷാ വിഷയങ്ങൾക്കൊക്കെ സെയിം പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ നമ്മൾ മലയാളത്തിൻ്റെത് ചെയ്തിരുന്നു. മലയാളം പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാരണം ഇംഗ്ലീഷ് നേരെ ഇംഗ്ലീഷാണ് അതിൻ്റെ. മലയാളത്തിൻ്റെ നേരെ ഇംഗ്ലീഷ് പതിപ്പാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇംഗ്ലീഷിൻ്റെ പാർട്ടിൽ ഉണ്ടാവില്ല. കാരണം സെയിം പാറ്റേൺ ആണ് അതിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓറൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആണ്. നേരത്തെ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫെസിലിറ്റേറ്റർ ടീച്ചർ നിങ്ങൾക്ക് ഇത് വായിച്ചു നൽകും. ദ ചൈൽഡ് ഈസ് ഈറ്റിംഗ് എ ബനാന. കുട്ടി ഒരു ബനാന കഴിക്കുന്ന ചിത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യസ്ത ഫ്രൂട്ടുകൾ കഴിക്കുന്ന കുട്ടികളുടെ ചിത്രമുണ്ട്. അതിൽ നിന്ന് ആ ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2 തവണ ട്വൈസ് എന്ന് കണ്ടോ, ഡിസ്ക്രിപ്ഷൻ ട്വൈസ് 2 തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ടീച്ചർ അത് പറഞ്ഞു തരുള്ളൂ. മാക്സിമം 1 മിനിറ്റ് സെയിം സമയം തന്നെയാണ് ഇതിലൊക്കെ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് മ്യൂസിക്. അതിൻ്റെ ആൻസർ ഏതാണെന്ന് ഇതിൽ നിന്ന് കണ്ടെത്തണം നിങ്ങൾ. ഇതിലെ മൂന്നാമത്തെ പിക്ചർ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക, എന്നിട്ട് ഇതിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പേരൻസ് ആരെങ്കിലും നിങ്ങൾക്ക് വായിച്ചു തരും, എന്നിട്ട് അത് കേട്ട് നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതൊരു മോഡലും കൂടി ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ലഭിക്കില്ല. ഇനി നാലാമത്തെ ചോദ്യം ഇതാണ്. അതും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 5ാമത്തെ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിത്രങ്ങളൊക്കെ ശരിയായിട്ട് നിങ്ങൾ മാച്ച് ചെയ്താൽ അതിൻ്റെ വിലയിരുത്തൽ സൂചകമാണ് ഇവിടെ കൊടുത്തത്. ഫുൾ ശരിയാക്കുകയാണെങ്കിൽ 3 മാർക്ക്, മീൻസ് 4 എണ്ണെങ്കിലും ശരിയാക്കിയാൽ മതി. അതുപോലെ 2 എണ്ണെങ്കിലും ശരിയാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒന്നെങ്കിലും ശരിയാക്കിയാൽ 1 മാർക്കും ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം ലേണിംഗ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സൗണ്ടും അതുപോലെ ലാസ്റ്റ് സൗണ്ടും. ഓക്കെ, ഇനീഷ്യൽ സൗണ്ടാണ് ഫസ്റ്റ് സൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കട്ട് എന്ന വാക്കിൻ്റെ ഫസ്റ്റ് സൗണ്ട് അല്ലേ, ഖ് എന്നാണ്. അതുപോലെ റോൾ, അത് റ് എന്നാണ്. എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും മനസ്സിലാക്കി വെക്കുക. ഇവിടെയും സമയം നോട്ട് ചെയ്യണം. 5 സെക്കൻഡാണ് നിങ്ങൾക്ക് ഒരു വാക്ക് അതിൻ്റെ ഫസ്റ്റ് സൗണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് സൗണ്ടൊക്കെ അറിയാൻ വേണ്ടി സമയം അനുവദിക്കാം. അതും 2 പ്രാവശ്യം നിങ്ങൾക്കൊരു വേർഡ്
നിങ്ങളുടെ ടീച്ചർ വായിച്ച് തരികയുമുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒന്ന് ഫിറ്റ്, അതിൻ്റെ ലാസ്റ്റ് സൗണ്ട് ട്, ഇത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കി വാക്കുകളൊക്കെ ഇതിലുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതിൻ്റെ വിലയിരുത്തൽ സൂചന ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 10 മുതലെങ്കിലും ശരിയാക്കിയാൽ 3 മാർക്ക് കിട്ടും. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് 2 മാർക്ക് കിട്ടണമെങ്കിൽ 1 മാർക്ക് കിട്ടണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റ് 3 ആണ്. അപ്പോൾ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ലെറ്റേഴ്സ് നമ്മൾ സൗണ്ട്സ് തിരിച്ചറിയാവുന്നതാണ്. 2 ലെറ്റേഴ്സ് വേർഡും ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള 2 ലെറ്റർ വേർഡ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ അത് 10 ലെറ്റേഴ്സ് 10 ലെറ്റേഴ്സ് എങ്കിലും മിനിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് ഫെയിൽ ആവുന്നതാണ്. അതുപോലെ തന്നെ 5 സെക്കൻഡ് സമയം, ഇതൊക്കെ നോട്ട് ചെയ്യാം. ഇത് വായിക്കുന്ന കാര്യമൊന്നും പ്രത്യേകം പറയേണ്ടതില്ല, ഇതെല്ലാം നിങ്ങൾ വായിക്കാൻ അറിയുന്നതായിരിക്കും. ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇനി അതിൽ തന്നെ അതിൻ്റെ വിലയിരുത്തൽ സൂചന ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ അതിൻ്റെ നമ്പറുകൾ, എത്ര നമ്പറുകൾ വായിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3ാം ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ലെവലിലുള്ള 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ ലെവലിലുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് വായിക്കും. ഇവിടെ നിങ്ങൾ 5 വേർഡ്സ് ഇൻകറക്റ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാകുന്നതായിരിക്കും. അപ്പോൾ 5 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ഓരോ വേർഡ് വായിക്കാൻ ഉണ്ടാവും ചെയ്യാം. ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഈ വേർഡ്സ് നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ. അടുത്തതായിട്ട് നോൺ വേർഡ്സ്, അതായത് അർത്ഥമില്ലാത്ത വാക്കുകളാണ്. അർത്ഥമില്ലാത്ത കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ വായിക്കണം. ഇത് മുഴുവൻ നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിലയിരുത്തൽ സൂചകം 50 വേർഡ്സ് ആണുള്ളത്. 50 വേർഡ്സിൽ നിങ്ങൾ 40 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 25 എണ്ണമെങ്കിലും ശരിയാക്കിയാൽ 2 മാർക്ക്, 5 എണ്ണെങ്കിലും നിങ്ങൾ വായിച്ചു കൊടുത്താൽ 1 മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നിങ്ങൾക്ക് വായിച്ച് ചിത്രത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക. നേരത്തെ നിങ്ങൾ കേട്ടുകൊണ്ട് ചിത്രം സെലക്ട് ചെയ്തു. ഇനി ഇംഗ്ലീഷിൽ ഇതുപോലെ തന്നെ, മലയാളത്തിലും ഇതുപോലെ തന്നെ ആയിരുന്നു. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് മ്യൂസിക്, അല്ലേ? കുട്ടികൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. അത് നിങ്ങൾ തന്നെ വായിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കുക, ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമേജ് 3 ആണ് ഇത്, ഇമേജ് 4 ആണ് ഇത്, ഇമേജ് 5. ഇങ്ങനെ 5 ഇമേജ് ഇതിലും ഉണ്ടാകും. 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചോദ്യത്തിനും മാക്സിമം 1 മിനിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അതിലപ്പുറം നിങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ വിലയിരുത്തൽ സൂചന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഒരു സ്റ്റോറിയാണ്, അല്ലേ? ഈ സ്റ്റോറി നമ്മൾ വായിക്കണം. എത്ര മിനിറ്റ് കൊണ്ട്? 1 മിനിറ്റ് കൊണ്ട്, അല്ലേ? 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറി വായിക്കണം. അതായത് വെറുതെ വായിച്ചു പോയാൽ പോരാ, അതിൻ്റെ ആശയം മനസ്സിലാകുന്ന രീതിയിൽ വായിക്കാൻ നമ്മൾക്ക് കഴിയണം. ഓക്കെ. അതിൻ്റെ എല്ലാ ഭാവത്തോടു കൂടിയും നമുക്ക് താളത്തോടു കൂടിയൊക്കെ വായിക്കാൻ തന്നെ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ 70 വേർഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. പിന്നെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണ്, എന്നാൽ സെൽഫ് കറക്റ്റിംഗ് വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ വായിച്ചത് തിരുത്തി വായിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കേ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ലെറ്റേഴ്സൊക്കെ കൂട്ടി വായിക്കാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കേ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വായനയുടെ ഒരു ലെവൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. ഇവിടെ നിങ്ങൾ നോക്കണം, എത്ര സമയം കൊണ്ട് എത്ര വാക്ക്, ടോട്ടൽ ടൈം എടുത്തത് എത്രയെന്ന് ഇവിടെ രേഖപ്പെടുത്തും, നിങ്ങൾ വായിക്കാൻ എടുത്ത സമയം. ഓക്കെ. അപ്പോൾ അത് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞ വേർഡ്സ് എത്രയാണ് എന്ന് ഇവിടെയും രേഖപ്പെടുത്തും. അത് രണ്ടും ഇതിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. അടുത്തതായിട്ട് ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഹൂ വേർ ദ 2 ഫ്രണ്ട്സ്, ആരാണ് ആ 2 ഫ്രണ്ട്സ് എന്ന്. അപ്പോൾ നിങ്ങൾ ശരിയായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ അത് കറക്റ്റ് എന്ന് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അത് ഇൻകറക്റ്റ് എന്ന് രേഖപ്പെടുത്തും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇവിടെയും രേഖപ്പെടുത്തും. ഇങ്ങനെ കഥയിലുള്ള വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വായിച്ച കഥയാണ്, നിങ്ങളൊരു 60 സെക്കൻഡ് എടുത്തുകൊണ്ട് വായിച്ച ആ കഥ, അല്ലെങ്കിൽ അതിലധികം എടുത്തുകൊണ്ട് വായിച്ച ആ ഒരു പാസേജ്, ആ ഒരു സ്റ്റോറി, ആ സ്റ്റോറിയിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള
കോളങ്ങളിലാണ് രേഖപ്പെടുത്തുക. നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് മുഴുവൻ നിങ്ങൾ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് 3ഓ 4ഓ ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ ആൻസർ പറയുന്നതെങ്കിൽ 2 കിട്ടും. അതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പരിശോധിക്കുന്നത്. ഇംഗ്ലീഷിലെ ഇത്തരം ചോദ്യങ്ങളുടെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ടാകും. അതായത് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം തന്നിട്ട് ഇതിൽ 3 സെന്റൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയത് ഇവിടെ എഴുതി കൊടുക്കണം. ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു 3 സെന്റൻസ് നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ അതിൽ സെന്റൻസിന്റെ പാറ്റേണുകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ നിങ്ങളൊരു 3 സെന്റൻസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വിലയിരുത്തൽ സൂചകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാർട്ട് 2 വീഡിയോയിൽ ഗണിതവും ഇംഗ്ലീഷുമാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പാർട്ട് 1ൽ മലയാളം വിശദീകരിച്ച് പറഞ്ഞു. FLS എന്താണെന്ന് വിശദീകരിച്ചു. FLSന്റെ പ്രാധാന്യവും അതിൻ്റെ ക്വസ്റ്റ്യൻ, മലയാളത്തിൻ്റെ വിശദമായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഗണിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒരുവിധം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം ഒരുവിധം വിശദീകരിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ അത്രത്തോളം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് അത് ആവർത്തന വിരസത വരും എന്നതുകൊണ്ടാണ്. അപ്പം പാറ്റേണുകൾ, ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളൊക്കെ ഭാഷാ വിഷയങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ സമയമായാലും അതിൻ്റെ രീതി ആയാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും 90% ഒരുപോലെ തന്നെയാണ്. അതുപോലെ മാത്തമാറ്റിക്സിലാണ് പിന്നെ ഒന്നും കൂടെ മാറ്റമുള്ളത്. അപ്പോൾ അതും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ 3ാം ക്ലാസ്സുകാർക്ക് ഈ വർഷം നടക്കുന്ന FLS പരീക്ഷ, അത് തൊട്ട് മുന്നേ 2 വർഷം മുന്നേ FLS പരീക്ഷ നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ ചില തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ വർഷം അത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് അതിന് ഉപയോഗപ്പെടുത്തുക എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രിപ്പയർ ആയി നിൽക്കണം. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുപോലെ പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ അക്കാദമിക നിലവാരം ഉയർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.